ഹലോ മൈ ടെസ്റ്റിംഗ് ഹായ് ഗൈസ് ഐ ആം ബാക്ക്. ഞാൻ കുറച്ച് സുന്ദരനായിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എന്റെ മാത്രം സംശയമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയും, ഞാൻ കുറച്ച് സുന്ദരനായിട്ടുണ്ടോ എന്ന്. പട്ടിണി കിടന്നിട്ട് സുന്ദരനായതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്തെങ്കിലും തിന്നണ്ടേ? നെയ്യില്ല, മറ്റേ ഷുഗർ ഇല്ല, കാർബോ ഇല്ല, ഗ്ലൂക്കോസ് ഇല്ല, ഒന്നും തിന്നാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് വയറിന് കുറച്ച് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം മാറിയിട്ട് എനിക്ക് ഇതെല്ലാം തിന്നാൻ പറ്റും. ഇതൊന്നും തിന്നാത്തത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഞാൻ കുറച്ച് സുന്ദരനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് വീഡിയോയിലേക്ക് കടക്കാം ഗൈസ്. നോമ്പ് തുറന്നിട്ട് എന്തൊക്കെ കുടിച്ചോന്ന് നോക്കാം ആദ്യം. ഇതാണ് എനിക്കും അറിയേണ്ടത്. നമ്മൾ തീറ്റ മത്സരത്തിന്റെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അതിനിപ്പോ ഓൾമോസ്റ്റ് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇവന്മാര് ഈ നോമ്പിന്റെ സമയത്ത് എന്ത് ചെയ്യും? കാരണം ഐറ്റാ തിന്നലാണല്ലോ തിന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നോമ്പിന്റെ സമയത്ത് പട്ടിണി കിടക്കുന്ന സമയത്ത് എന്തോ ചെയ്യുന്ന ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ആൻസർ എനിക്ക് ഇന്നിപ്പം കിട്ടും. കോള കുടിച്ചു, കോളയുടെ കൂടെ പാല് കുടിച്ചു. ആദ്യം ബത്തക്ക ജ്യൂസ് കുടിച്ചു, അതിന്റെ ഒപ്പരം കോള കുടിച്ചു, കോളന്റെ ഒപ്പരം പാല് കുടിച്ചു പോലും. ഇതെന്ത് കോമ്പിനേഷൻ ആടാ? ജ്യൂസ് ചൂടാണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഊതി കുടിച്ചു. ഗ്ലാസ് ഒഴിച്ചിട്ട് ഡാൽഗോണ കോഫി സാധാ കോഫി ആയിട്ട് ആറിപ്പോയത് കുടിച്ചു. പിന്നെ അപ്പി ഫിസ് ഒരു വായ്പുള്ളതേ ഉള്ളൂ, എന്നാലും അതും വാങ്ങിച്ചു കുടിച്ചു. അത്രയും കുടിച്ചോളൂ. പിന്നെ 1 മണിക്കൂറിന് ശേഷം സോഡ സർബത്ത് ഉണ്ടാക്കാൻ വാങ്ങിച്ചു വെച്ചിരുന്ന സോഡ എടുത്ത് കുടിച്ചു. ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ എന്തെല്ലാം കുടിച്ചെന്ന് ചോദിച്ചാൽ പാല്, കോള, മുന്തിരി ജ്യൂസ്, ബത്തക്ക ജ്യൂസ്, ആപ്പി ഫിസ്, കോഫി, 8 തരം ഡ്രിങ്ക്സ് ആണ് അവള് കുടിച്ചത്. ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ച് അതിന്റെ ഒപ്പം ജ്യൂസും കൂടി കുടിച്ച കൈനി. പിന്നെ മുമ്പിലുള്ള കടി പോയിട്ടൊരു തേങ്ങ പോലെ തിന്നാനല്ല നോക്കാൻ പോലും എനിക്ക് തോന്നത്തില്ല. എന്റെ വയറ് ഫുള്ളായി, എന്റെ വിശപ്പും തീർന്നു. അതോടെ ഉണ്ടാക്കാൻ വേണ്ടി വേറെ സോഡ വാങ്ങിച്ചു വെച്ചു. പിന്നെ ഇത് ചായയല്ല, ഞാൻ ബൂസ്റ്റ് ഇട്ടുണ്ടാക്കിയ ഷാർജ ഷേക്ക് ആണ്, അത് കുടിച്ചു. സോഡ കുടിച്ചിട്ട് അതിന്റെ ഒപ്പം ചായ. ഐ ഡോണ്ട് നോ, ഈ പെണ്ണുങ്ങൾക്ക് പ്രാന്താണോ? ബൂസ്റ്റ് ഇല്ലാത്തയായിരുന്നു ഉണ്ടാക്കിയത്, അത് അവർക്ക് ഇഷ്ടപ്പെടാനോണ്ട് പിന്നെ അതുകൂടെ ഞാൻ കുടിച്ചു. അത് ഒതുക്കിയിട്ട് മുഹമ്മദ് ഖാ സർബത്തും മൂസമ്പി ജ്യൂസും കുടിച്ചു. ടൈപ്പായിരുന്നു, ഉടായ്പിൽ ഉണ്ടാക്കി. ഇവരെ ജ്യൂസ് വീടിയാണ് ഇവർക്ക് പണി. എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സിന്റെ ഷോപ്പ് ാണോ? എല്ലാ തരം സാധനം ഉണ്ടല്ലോ. നോർമൽ ബത്തക്ക ജ്യൂസ്, മോബത്ത സർബത്ത് പോലും, പിന്നെ മുന്തിരി ജ്യൂസ്, പിന്നെ ഇത് നാരങ്ങ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്. ഏതാന്ന് തോന്നുന്നു, സാധനം കുറച്ചേ ചേർത്തോളൂ. എന്തായാലും അതും കുടിച്ചു. പിന്നെ ഒരു പൊടിക്കും കൂടെ ജാറിൽ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ 1/2 ഗ്ലാസ് ഒഴിച്ചു കുടിച്ചു. പിന്നെ ഒന്നും കഴിച്ചില്ല, ഒന്നും വേണ്ടായിരുന്നോ? അങ്ങനെ പറയില്ലേ? അത് വെറും വർത്താനായി പോ. പിന്നെ നിങ്ങൾ തിന്നിക്കില്ലെങ്കിലേ അതിൽ അതിശയുള്ളൂ. ഒരു 9:15 ആയപ്പോഴത്തേക്ക് ഒരു ബൗളിൽ പിന്നെ തണ്ണിമത്തങ്ങ എടുത്ത് കുടിച്ചായിരുന്നു. പിന്നെ ക്ഷീണത്തിന് കരിക്കും ജ്യൂസ് നല്ല ആയതുകൊണ്ട് വൈകിട്ട് വാങ്ങിച്ചു വെപ്പിച്ചിരുന്ന കരിക്കും കൂടെ ജ്യൂസ് അടിച്ചു കുടിച്ചു. പിന്നെ എനിക്കൊന്നും വേണ്ടായിരുന്നു. തേങ്ങാപ്പൂള് 2-3 എണ്ണം ഇരുന്നതും കൂടെ തിന്നിട്ട് നിർത്തി. 10 മണിയായപ്പോഴത്തേക്ക് നോയമ്പായതുകൊണ്ട് ജ്യൂസും പഴവർഗ്ഗങ്ങളും ഒക്കെ തിന്ന് വായിക്കൊരു രസം ഇല്ലാത്തതുകൊണ്ട് KFC ബക്കറ്റ് ഓർഡർ ആക്കാന്ന് വിചാരിച്ചു. ഒരു ഡങ്കടക്കാൻ മൊമെന്റ് ആയിരുന്നു. ആദ്യം പാക്കറ്റ് പൊട്ടിച്ചിട്ട് പച്ച കളറിൽ അപ്പൂപ്പന്റെ പാക്കറ്റ് എടുത്ത് കളഞ്ഞില്ല. അതിനകത്ത് ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. ബ്രോസ്റ്റഡ് എടുത്തു. ബ്രോസ്റ്റഡ് വീട്ടിൽ വാപ്പയമ്മയൊന്നും കഴിക്കാത്തതുകൊണ്ട് ചെറിയൊരു ബക്കറ്റേ ഞാൻ ഓർഡർ ആക്കിയോളൂ. അതൊരു ചെറിയ ബക്കറ്റാ പോലും. എന്റെ പോരക്ക് 6 ആൾക്കാർക്ക് 7 ആൾക്കാർക്ക് തിന്നേണ്ട സാധനം ഉണ്ട്. അത് ഒരു പീസ് പോലെ എന്നെ കൊണ്ട് ഫുള്ളായിട്ട് തിന്നാൻ പറ്റത്തില്ല. ആ ഒരു ബക്കറ്റ് മൊത്തം തിന്നുന്നോ? ഇവിടെ വാറ്റില് പുയൊന്നല്ലടാ, വേറെന്തോടാ വലിയ എന്തോ ഒരു സാധനം. ഇത് ആമസോൺ കാട്ടിലുള്ള ഏതോ ആൾക്കാർ കണ്ടുപിടിക്കാത്ത എന്തോ ഒരു സാധനം ഉള്ള വാറ്റില്. പിന്നെ അതിരുന്ന് കഴിക്കാൻ തുടങ്ങി. അതുകൂടെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നൊന്നും വേണ്ടായിരുന്നു. പക്ഷെ ഒന്നും വേണ്ട തിന്നാണ്ടിരിക്കും. ഒന്നും വേണ്ട പറഞ്ഞിട്ട് തിന്നോണ്ടിരിക്കുവാണ്. ഞാൻ സംശയത്തിന്റെ പേര് ചോദിക്കും, ഇത് എന്തെങ്കിലും രോഗമാണ് ഇത് ഇങ്ങനെ തിന്നോണ്ടിരിക്കുന്നത്? ഇപ്പത്രയും ബീഫ് കറിയും കഞ്ഞിയും ഒക്കെ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 11:30 ആയപ്പോഴത്തേക്ക് എനിക്കുള്ള അതിനി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കഞ്ഞിയും കുടിച്ച് ബക്കറ്റ് നോക്കിയപ്പോൾ ഒരു കുഞ്ഞൻ പീസും കൂടെ ഉണ്ടായിരുന്നു. ശേഷം അതുകൂടെ കഴിച്ചിട്ട് എഴുന്നേക്കാന്ന് വിചാരിച്ചു. അതും കൂടി കഴിച്ച് എണീക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നല്ലേ? ആ ഭാഗ്യം, രക്ഷപ്പെട്ടു. നോമ്പാണെങ്കിലും ഗൈസ് ഇവിടെ തീറ്റ മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ ഇത്ര തിന്നാണെങ്കിൽ മറ്റേ ആൾക്കാർ ഇതിന്റെ അപ്പുറം തിന്നും. അപ്പൊ അതും കൂടി കണ്ടോ? ഹലോ മൈ ഗൈസ്, എന്തൊക്കെ കഴിച്ചു നോക്കിയാലോ? നോമ്പ് ഒടുക്കത്തെ വിശപ്പായിരുന്നു, ഒന്നും നോക്കില്ല. എന്റെ പ്ലേറ്റിലേക്ക് കട്ട്ലേറ്റ് ഒക്കെ 1 2 3 4 5 6 7 8 9 10 11 12 13 15 കട്ട്ലേറ്റ് പൊരക്കുണ്ടാകാൻ എനിക്ക് ഇത് കാണുമ്പോഴാണ്. ഞാൻ 2 കട്ട്ലേറ്റ്, ഉമ്മ 2 കട്ട്ലേറ്റ്, എന്റെ ഇക്കാക്ക 2 കട്ട്ലേറ്റ്. ഓക്കെ, എല്ലാവരുടെ കട്ട്ലേറ്റും കൂടി ഇവളൊന്നും പൊരക്കേറ്റാൻ പറ്റത്തില്ല. അല്ല സോറി, അങ്ങനെയല്ല, പൊരക്ക വിരുന്നിന് വിളിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. വിരുന്നിന് വിളിക്കുന്നുണ്ടെങ്കിൽ ബിരിയാണി ചെമ്പിലെല്ലാം കട്ട്ലേറ്റ് എല്ലാം വെച്ചിട്ട് കൊടുക്കേണ്ടി വരും. ഒരു 10-14 കട്ട്ലേറ്റും 5 പീസോളം മുട്ടന്റെ കേക്ക് കൊടുത്ത് വെച്ചിട്ടോ. പിന്നെ 3 ഗ്ലാസ് ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല എനിക്ക് എന്തൊക്കെ പറ്റി പോയെന്നല്ല. പഠിച്ചോനെ വിഷന്ന്. അത് എനിക്കറിയാം. കാരണം രാവിലെ മുതൽ രാത്രി വരെ തിന്നോണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും പട്ടിണി കിടക്കാൻ പറ്റത്തില്ല. പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആനേനെ വരെ തിന്നു. നിങ്ങളില്ലാതെ വേണം പറയാൻ വേണ്ടിട്ട്. പിന്നെന്താ, അൽഹംദുലില്ലാ നോമ്പ് വന്നപ്പോ റാഹത്തായിട്ടോ. നിസ്കാരം കഴിഞ്ഞ ആഴ്ച 10 കഴിച്ചു. 10ന്റെ എണ്ണം ഞാൻ എണ്ണുന്നില്ല, എണ്ണിക്കോളിട്ടോ. അത് 10ന്റെ കൂടെ പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു. ഇമ്മന്റെ സ്പെഷ്യൽ ബീഫ് കറി 1.5 പോലീസ് സാധനമുണ്ടോ. ഇപ്പഴാണ് നോമ്പ് പിടിച്ചാൽ കാര്യം ഉണ്ടായത്. അത് കഴിഞ്ഞ ഇതും കഴിഞ്ഞിട്ട് മതിയായില്ലേ? ഞാൻ പറഞ്ഞേ, ഞാൻ ശരിക്കും പറയാം, നോമ്പ് തുറന്നു കഴിഞ്ഞാല് നോമ്പ് തുറക്കുന്ന നേരമുള്ള പച്ചവെള്ളവും അതിന്റെ ഒപ്പം 2 ജ്യൂസും
കഴിഞ്ഞ എന്റെ വയറ് ഫുള്ള്. പിന്നെ എനിക്ക് ഫുഡ് അതിന് മുമ്പേ ഒരു 4 മണി 5 മണിയെല്ലാം ആകുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും നല്ലോണം തിന്നണം, അടിച്ചും തിന്നണം. പക്ഷെ പറ്റൂല ഗൈസ്. ഒരു ഗ്ലാസ് വെള്ളം ഒരു ജ്യൂസും കുടിക്കുമ്പോഴത്തേക്കും വയറ് ഫുള്ള. പിന്നെ ഫുഡ് കാണുമ്പോൾ ഛർദ്ദിക്കാനേ വരാൻ, തിന്നാൻ പറ്റത്തില്ല. അതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ എങ്ങനെയാണ് തിന്നുന്നേ, ഇങ്ങനെ തിന്നുന്ന ഹൗ കണ്ടിട്ട് കൊതിയാവുന്നു. ഞാൻ വേഗം മാറ്റി പുറത്തേക്ക് ഇറങ്ങിട്ടോ. പുറത്ത് പോയപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ മഴ, പിന്നെ ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിച്ചു. എനിക്കാണെങ്കിൽ മഴ പെയ്ത ഒടുക്കത്തെ വിശപ്പാണ്. പിന്നെ നൂട്ടലബണ്ണം കഴിച്ചു. ഫ്രഷ് ലൈമും കുടിച്ചു. പിന്നെ അൽഹംദുലില്ലാ ഹൈർ. അത് കഴിഞ്ഞ് വീട്ടിലെത്തി മൊഹബത്ത് ഷർബത്തും കുറച്ച് മൊഹബത്ത് അങ്ങോട്ട് വെച്ചേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ ഈ ഒരു പുഡിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അടിപൊളി പുഡിങ് ആണ്, ഭയങ്കര ഇഷ്ടാട്ടോ. ഒന്നും നോക്കില്ല, അതങ്ങോട്ട് വെച്ച് കയറി. പിന്നെ അത് വെജ് ബണ്ണാണ് 2 അതും കഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോ അൽഹംദുലില്ലാ റാഹത്തായി ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് ഞാൻ മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നോ. മന്തി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഒരു കാര്യം ഓർമ്മ വന്നത്. കാസറോൾ എന്തോ ഇരിപ്പുണ്ടെന്ന്. അപ്പൊ നോക്കുമ്പോൾ കട്ട്ലറ്റ്, ഇപ്പൊ നോക്കി കട്ട്ലറ്റ് വെച്ച് കയറിയിട്ടുണ്ടായിരുന്നേ. പാവ പൊരക്ക് എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അത്താഴത്തിന് എണീക്കുന്ന ആൾക്കാരെല്ലാം പട്ടിണി അടക്കേണ്ടി വരും. കാരണം ഇവള് പൊരക്കത്തെല്ലാം തിന്നു തീർക്കുന്നതാണല്ലോ. അത്താഴത്തിന് എണീച്ച് എന്തെങ്കിലും തിന്നണ്ട, അതിനെന്തെങ്കിലും ഉണ്ടോ ബാക്കി? മൊത്തം ഇവിടെ ഒറ്റക്ക് തിന്ന് തീർക്കുവാണ്. ഇവരൊക്കെ ഹോട്ടലാണ് പണി വല്ലതു. അല്ല അത്രക്ക് ഫുഡ് ആവുന്നുണ്ട്, അതാണ് എനിക്ക് മനസ്സിലാകത്ത്. ഒരു മല ഓടി വരുന്നു. മല ഇവളാരോ പിടിക്കാൻ വരുന്നതായിട്ടാണ് ഇവൾ ചിത്രീകരിച്ചിട്ടുള്ളത്. ലൈക്ക് പിടിക്കാൻ വരുന്നോന് ഇങ്ങനെ പിടിക്കേണ്ടി വരുമോ? ഇങ്ങനെ പിടിച്ചാലും എനിക്ക് എത്തൂല. ഒരാള് പോരെ, എന്തായാലും ഒരു 8 ആള് വന്ന് ഇങ്ങനെ ചുറ്റിയാലാണ് ഇതിനെ ഒന്ന് ചുറ്റി കിട്ടത്തുള്ളൂ പിടിക്കാൻ. എന്നാലും ഇവളെ പിടിച്ചിട്ട് എന്തിലിട്ട് കൊണ്ടുപോകും? ഒമിനിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ബൊലേറോയിലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവക്ക് മറ്റേ ലോറി തന്നെ വേണ്ടി വരും. ഇനി ഇവളെ പിടിച്ചിട്ട് എങ്ങനെ വണ്ടിയിൽ കേറ്റണമെങ്കിൽ ഒരു ക്രെയിന് വേണം. മൊത്തത്തിൽ എന്തോരം ചെലവാ. ഇത്രയും ചെലവ് സഹിച്ചിട്ട് ഇവൾ ആരെ പിടിച്ചുകൊണ്ടുപോകുന്നേ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഇവൾ ആരെടുത്ത ഓടി വരുന്ന രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഓടി വരുന്നവന്റെ കാര്യം കട്ടപ്പോകയാണ്, പിടിക്കാൻ വരുന്നവന്റെ കാര്യം കട്ടപ്പോകയാണ്. ഓ മുത്താപ്പ ഈ വയസ്സന്മാർക്കാണ് ഇപ്പൊ കുറച്ച് ഇളക്കം ജാസ്തി. എന്താന്ന് എനിക്ക് അറിയില്ല, കുറച്ച് ഇളക്കം കൂടുതലുണ്ട് ഇപ്പത്തെ കുറച്ച് വയസ്സന്മാർക്ക്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ഹറാം. വശീകരിക്കാൻ ശ്രമിക്കുകയാണ് ഈ വയസ്സം കാക്കാമാർ. ഇതാരെ ഈ വശീകരിക്കുന്നേ? ഇതാരെ ഈ വശീകരിക്കപ്പെടുന്നത്? ഈ വയസ്സം കാക്കാമാരുടെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് അല്ല. ഈ വയറ്റില് എത്ര മാസം? ഇത് 10 മാസമായോ? എപ്പ ഡെലിവറി? സിസേറിയനായിരിക്കോ അല്ലെ സുഖപ്രസവായിരിക്കോ? നിങ്ങൾക്ക് എന്താ കണ്ടിട്ട് തോന്നുന്നത്? എന്നാലും കറുപ്പൊക്കെ വെച്ചിട്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ. സസ്കി മൂവ്. ഇറ്റ്സ് ഹറാം. എന്താ അറിയില്ല, ഈ വയസ്സന്മാർക്കൊക്കെ ഇപ്പൊ കുറച്ച് ഇളക്കം ജാസ്തി ആയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ആരിലെല്ലാം കാണിച്ചു കൊടുത്ത് അതിനുശേഷം ഇളകാൻ തുടങ്ങിയത്. ഇത് നിരവധി വാഹനങ്ങൾ ആന ഇളകി തന്നു. അത് അവിടെ വന്ന് ഇരുന്നൊക്കെയാണ് കാഴ്ച കാണുന്നത്. അവിടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ആ 3 പേർ അവിടെ ഉത്സവപ്പറമ്പിൽ ഗാനമേള കാണാൻ വന്നിരിക്കുന്ന പോലെയാണ് ആ 3 പേർ അവിടെ വന്ന് കാഴ്ച കാണുന്നത്. നമ്മളിതിലില്ല, കണ്ടാ മതി. ഇവിടെ ആന ലങ്കി മറിക്കാണ്, വണ്ടിയെല്ലാം അടിച്ചു പൊളിച്ചിട്ട്. ഇവരൊക്കെ ആനനെ പിടിച്ചു വെക്കാൻ വേണ്ടിട്ട് നോക്കുന്നു. അതിന്റെ ഇടയ്ക്ക് 3 ആൾക്കാർ ഇരുന്ന് കണ്ടില്ല ഗൈസ്. ഏതാ തഗ് ഇതെല്ലാം പോലെ. നമ്മളിതില്ല, മറ്റോ കാലും കയറ്റി വെച്ചിട്ട് സിനിമ കാണായിരുന്നു. ഇഫ്താർ പാർട്ടി. 6:40 ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിൽ പോയിക്കുന്ന എല്ലാ ആൾക്കാരും ഇങ്ങനെ ഉണ്ടായി. മുമ്പില് ഫുള്ള് ഫുഡ് ഉണ്ട്, എല്ലാരും കാത്തേക്കും. ഇത് എത്രയുടെ പൂച്ച, ഇത്രക്കാര് പൂച്ച, എല്ലാത്തിന്റെ മുന്നില് മീന് തിന്നാണ്ട് കാത്തേക്ക് നോക്കി. ഓ മറ്റേ തിന്നാൻ നോക്കുന്നുണ്ട്. സഹിക്കാൻ പറ്റുന്നില്ല, ഓനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. പാവട ബാങ്ക് കൊടുത്തിട്ടാണ് എനിക്കെല്ലാം തിന്നാൻ പറ്റുള്ളൂ. ഇതെങ്ങനെ ഇങ്ങനെ ഇരുത്തിച്ച്? ഇവിടുത്തെ പൂച്ചയാണെങ്കിൽ കടിച്ച് ഓടിക്കണ്ടല്ലോ, മീനും കടിച്ച് ഓടിക്കണ്ട 4 പേർ. ഓ എന്താ അറിയത്തില്ല ഗൈസ്, എനിക്ക് ഈ പാട്ട് ഇപ്പൊ കണ്ട് ഞാൻ ഈ പാട്ടിന് കുറച്ച് അഡിക്റ്റ് ആയിട്ടുണ്ട്.
ഞാനിപ്പോ ഫുള്ള് ഇത് മാത്രമേ ഇപ്പൊ കേൾക്കുള്ളൂ. ദിസ് ഈസ് ഹലാൽ സോങ്, ഹലാൽ. ഇനി ഇവര് മടുപ്പിക്കോന്ന് എനിക്കൊരു സംശയം. കുറെ എണ്ണം വന്നാ പിന്നെ ഇത് മടുക്കാൻ തുടങ്ങും. തപ്ത ബളിയല്ല, തപ്ത എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട വെറുതെ. ഞാൻ പറയില്ലേ, ഒരു പാട്ട് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ അത് മടുപ്പിക്കും ഇങ്ങനെ കുറെ എണ്ണം വന്നിട്ട്. ആ പഠിച്ചിട്ടുള്ള പാടണ്ടേ മുരിയെ. ഗുഡ് ട്രൈ, ഡോണ്ട് ട്രൈ അഗൈൻ. ഡയലോഗ് പറയാണ്, ഡബിങ് ആണ് ഇത്. അങ്ങനെ കാണാ. ഏയ് അങ്ങനെ പറ്റൂലല്ലോ ഇത്. ഒന്നൂടി മുന്നീന്ന് പിന്നീന്ന് ഞാൻ പൊക്കുന്നില്ല. ഞാൻ വേറെ പല സ്ഥലത്തുനിന്ന് ഇപ്പൊ പൊക്കൂ. ഡബിങ്ങിന്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ എന്താ ഈ പറയുന്നേ? ഇങ്ങനെ പറഞ്ഞാലൊന്നും ഡയലോഗ് കറക്റ്റ് സിങ്ക് ആവൂല കേട്ടോ. ഇതൊന്നും നടക്കത്തില്ല. എന്താ ഉദ്ദേശിക്കുന്നേ? അപ്പൊ ഗൈസ് ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ എന്റെ ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ മൊത്തം ഒന്ന് റിക്കവർ ആയിട്ട് ഗൈസ് ഞാൻ അടിപൊളി കണ്ടന്റും നല്ല വെറൈറ്റി വീഡിയോസ് എല്ലാം ആയിട്ട് ഞാൻ തിരിച്ചു വരും ഗൈസ്, ഉറപ്പായിട്ടും. അപ്പം ഈ വീഡിയോക്ക് ഒരു 10K ലൈക്ക് ടാർഗറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്നാ പിന്നെ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ഓക്കെ ബൈ.